ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൽ റഫേജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സിറ്റിയിലാണ്. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വില്ലേജിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ എവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഭയങ്കര ലേസി ആയിരുന്നു. ഞാൻ എണീച്ചപ്പോൾ തന്നെ ഒരു 10 മണിയായി കിടന്നു. അപ്പോൾ ലേറ്റ് ആയിരുന്നു എഡിറ്റൊക്കെ ചെയ്തിട്ട്. എന്നാലും ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീച്ച്. അപ്പോൾ 6 മണിയായപ്പോൾ ഇവിടെ ഉള്ള പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പോവാണ്, ഇവിടെ തന്നെ നിന്നോന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. നമ്പറൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ തൊട്ട് ബാക്കിലെ വീട് ഇവരുടെ അമ്മയുടെ വീടാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് കോൺഫ്ലെക്സ് ഒക്കെ തന്നായിരുന്നു, ഞാനത് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയായി, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഹെയർ അങ്ങനെ വാഷ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യാൻ സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത്. സോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവരെനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. ഇതാണ് ഫുഡ്. എന്തോ ഒരു സൂപ്പ് ഐറ്റം ആണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, എന്താണിത്, എന്തോ ഒരു വെജിറ്റബിളൊക്കെ ഇട്ടിട്ട്, കുമ്പളങ്ങ പോലത്തെ ഒരു വെജിറ്റബിളും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പ്. പിന്നെ ചിക്കൻ ഉണ്ട്. പിന്നെ ഇവിടെ തോർത്തിയ പോലത്തെ ഒരു എന്താ പറയുക, കണ്ടോ, ഇത് പപ്പൂസ ഉണ്ടല്ലോ, പപ്പൂസിൻ്റെ വേറെ ടൈപ്പ്, ചീസൊന്നും ഇല്ലാണ്ട് ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഞാനിത് കഴിച്ചോക്കട്ടെ. Coca-Cola or coconut? Coca-Cola? No. Agua? Agua. Sí. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. നല്ല കട്ടിയുള്ള, നമ്മുടെ നാട്ടിലെ പത്തലൊക്കെ പോലെ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് വേറെ തന്നെയാ കേട്ടോ. ചിക്കൻ കഴിച്ചോട്ടെ. ചിക്കൻ സാധാ ചിക്കൻ ഫ്രൈ. നാട്ടിൽ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ കൊതിയാവുക. നാട്ടില് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും, അത് കൊതിയാവുന്നു. ഞാനിത് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഫ്ലൈറ്റ് നോക്കിയതാണ്. നാട്ടിലേക്ക് വരാൻ ഉദ്ദേശമില്ല. നാട്ടിലേക്ക് വരുമ്പോൾ അടുത്ത വർഷമാവും, 2026 നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും ഞാൻ ഇപ്പം ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് വെറുതെ എനിക്ക് ഫ്ലൈറ്റിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് എത്രയാവും നോക്കിയതാട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്നും ഞെട്ടണ്ട. ഞെട്ടും എന്തായാലും. നോക്ക്, ഇന്ന് 31-ാം തീയതിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. സാൻ സാൽവഡോർ, അതായത് സാൽവഡോറിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ആണ് കേട്ടോ. വെറും 1 ലക്ഷം, 1.5 ലക്ഷം, 1.25 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം. നോക്കി, കണ്ടാ, നോക്ക്, അതും 31 മണിക്കൂർ. ഒന്ന് ശരിക്കൊന്ന് നോക്കി, 31 മണിക്കൂർ എടുത്തിട്ട് നമ്മള് നാട്ടിലേക്ക് പോണെങ്കിൽ 5 ലക്ഷം രൂപ, അതായത് 4,94,129 രൂപ. നോക്ക്, 4 ലക്ഷം, ഏകദേശം 5 ലക്ഷം, 32 മണിക്കൂർ, 33 മണിക്കൂറിന് 1.5, 2 ലക്ഷം, 1,20,000, 2 ലക്ഷം. ഇതൊക്കെയാണ് ഫ്ലൈറ്റ് കേട്ടോ. സാൻ സാൽവഡോർ ടു കൊച്ചി. ഇത് സ്കൈ സ്കാനറിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നോക്കി ഇതിനേക്കാൾ കൂടുതലായിരിക്കും. സന്തോഷായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ നാട്ടിൽ നിന്ന് ആരും എന്താ സെൻട്രൽ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ വരാത്തതെന്ന്? ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ മിനിമം ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപയാവും ഫ്ലൈറ്റിന്, 1 സൈഡ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകാൻ വേണ്ടി മാത്രം ഒരു 3 ലക്ഷം മിനിമം ഏറ്റവും ചീപ്പസ്റ്റ്, ഏറ്റവും ഓഫ് സീസൺ നോക്കി വന്നാലും 2 ലക്ഷം രൂപയാവും ഇവിടുന്ന് ഇവിടേക്ക് വന്ന് തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് പോണെങ്കിൽ. ഫ്ലൈറ്റിന് മാത്രം. പിന്നെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ചെലവ്. അതാണ് ആരും സെൻട്രൽ അമേരിക്ക കാണാൻ വരാത്തത്. എനിക്കിത് ആദ്യമേ അറിയായിരുന്നു. ഞാനിത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ സെൻട്രൽ അമേരിക്ക വരണം എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യമേ അറിയാം ഫ്ലൈറ്റിന് ഇത്രയും റേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ US വിസ അപ്ലൈ ചെയ്ത് 2 വർഷം എടുത്തു എനിക്ക് US വിസ കിട്ടാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വിസ കിട്ടി. അപ്പോൾ വിസ കിട്ടിക്കഴിഞ്ഞാൽ ബൈ റോഡ് നമുക്ക് വരാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ 1 ലക്ഷം രൂപയാണ് എൽ സാൽവഡോറിൻ്റെ വിസയ്ക്കും US വിസ ഇല്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ബൈ റോഡ് ഇങ്ങനെ പോകാനുള്ളൊരു പ്ലാൻ ഇട്ടത്. ഇനിയിപ്പോൾ ഞാൻ പനാമ എത്തുമ്പോൾ എനിക്ക് ഫ്ലൈറ്റ് എടുക്കണം കൊളംബിയ ഓർ സംവേർ അടുത്ത് സൗത്ത് അമേരിക്കയിലെ ഏതെങ്കിലും കൺട്രിയിലേക്ക്.
പിന്നെ അവിടെ മൊത്തം ബൈ റോഡ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് വേറെ സ്ഥലത്തേക്ക് എടുത്തിട്ട് വേറെ മേ ബി ജമൈക്ക, ബഹാമാസ്, ക്യൂബ ചിലപ്പോൾ പോയിട്ടായിരിക്കും ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഏത് സമയമാവുന്ന പോലും എനിക്കറിയില്ല. നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ ഒരു റൊട്ടി പോലത്തെ കട്ടിയുള്ള റൊട്ടി അതും ഉണ്ട്, ക്രിസ്പി ആയിട്ടുള്ള റൊട്ടി ഉണ്ട്, അവക്കാഡോ ഉണ്ട്, മുട്ടയുണ്ട്, ബീൻസ് ഉണ്ട്, പഴം ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്സ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. പുള്ളിക്കാരിയൊക്കെ അത് ഇപ്പോൾ വന്നിട്ടുള്ളൂ ജോലി കഴിഞ്ഞിട്ട് കേട്ടോ. പുള്ളിക്കാരനാണ് ഈ ഫുഡ് മൊത്തം ഉണ്ടാക്കിയത്. കാരണം ആള് ഷെഫാണ്. ആളൊരു വൈകുന്നേരം ആയപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ടായി. ഓല പുള്ളിക്കാരി ഇപ്പോൾ വന്നുള്ളൂ കേട്ടോ. ഓല ടയേർഡ്? രാവിലെ 6 മണിക്ക് പോയതാ, ഇപ്പൊ ഒരു 8 മണിക്ക് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ പെരുമഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അപ്പൊ വെള്ളപ്പൊക്കം പോലെ റോഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകാണ്ടോ. ഞാൻ കാണിച്ചറിയാതെ കണ്ടോ, കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് ദൂരെ ഉള്ളത് ഭയങ്കര കൂടുതലായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. എക്സ്ട്രീമായിട്ട് ഫുള്ള് പുഴ ഒഴുകുന്ന പോലാണ്. കാണാൻ പറ്റുന്നില്ല കേട്ടോ, വീഡിയോ പറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതൊക്കെ എവിടെ ഇത്രയും ഒഴുകിയിരുന്നു. ഇനി ഇവിടെ വെള്ളപ്പൊക്കം ആവോ? നാട്ടില് മഴയെ വെള്ളപ്പൊക്കൊക്കെ ആവുന്നുണ്ട് തോന്നുന്നു. ഇവിടെ കൂടിട്ടോ, ഉള്ളിലേക്ക് കയറുമെന്ന് അറിയില്ല കേട്ടോ. നോക്കി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും രാത്രി ആയതുകൊണ്ട് ഇതെന്താ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അവിടെ കേട്ടോ, അവിടെയാണ് ഇങ്ങനെ കൂടുതൽ കാണാൻ പറ്റുന്നത്. എനിക്കറിയില്ല എന്താ സംഭവം. ബാക്കിയുള്ള ഏരിയയിലൊന്നും അത്ര ഇല്ല. ഇച്ചിരി ഇങ്ങോട്ടാണ് കൂടിക്കൂടി വരുന്നത്. അവിടെ സീരിയസ്ലി അവിടെ കൂടുന്നത്. അയ്യോ തുടങ്ങിട്ടോ. നോക്കി ഭയങ്കര ഞാനാണെങ്കിൽ നാട്ടിൽ ഇതുവരെ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. 2 പ്രാവശ്യം ഞാൻ എത്ര വർഷം ഫ്ലഡ് വന്ന് 3 പ്രാവശ്യം വന്നിട്ടുണ്ടോ. കഴിഞ്ഞ വർഷം 5 വർഷമായിട്ട് ഫ്ലഡ് വന്നതിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്തു. ആദ്യമായിട്ട് ഫ്ലഡ് വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. രണ്ടാമത്തെ വട്ടം ഫ്ലഡ് വന്നപ്പോഴും ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഫ്ലഡ് കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അധികം വെള്ളം ഇങ്ങനെ മഴ പെയ്തിട്ട് പോലും പോകുന്നത് കാണുന്നത്. വീഡിയോസിൽ മാത്രമാണ് ഇത്രയും കുത്തൊലിപ്പും വെള്ളം സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുള്ളത്. അല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ്. അതുകൊണ്ടൊക്കെ ചെറുതായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഭയങ്കരമായിട്ട് കൂടി കണ്ടോ. എന്താ വെള്ളമല്ല എനിക്കറിയില്ല വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്നുള്ളത്. പക്ഷെ ഭയങ്കര കൂടുതലായിട്ടാണ് കിട്ടുന്നത്. ഇതുണ്ടോ കൂടി അറിയില്ല. നല്ല കൂടുതലാണോ പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഞാനിതാ ഈ സാധനം ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ കാണിച്ചു തരാം. ഇതുണ്ടോ, നോക്കി, ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഗൂഗിളിൽ പേര് നോക്കി കാണിച്ചു തരാം. നോക്കി, ഐസ്ക്രീം ബീൻ എന്നാണ് അതിൻ്റെ പേര് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് സാധനം. ഞാനിത് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അവരുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞിട്ട്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. സോ ഞാൻ ആക്ച്വലി ബൈ കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് അടിച്ച വണ്ടിയിലൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ആളിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആള് തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ബാഗൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കട്ടെ. എല്ലാം കൂടെ വെയിറ്റ് ആയിട്ടല്ലേ. ഞാനിത് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഹോലാ, ¿cómo estás? Bien, todo bien. നമ്മളിതൊരു മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഫുൾ ഇവിടെ റഷാണ്. കുറച്ച് ആൾക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. നമ്മൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതവിടെ ഉണ്ടോ മൊത്തം തിരക്കാണ്.
ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ഉള്ളു. അപ്പൊ ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ തണുപ്പാണ്, ഇവിടെ ഭയങ്കര ചൂടാണ്. സോ ഞാൻ ആ ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാ ഞാനിവിടെ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല തണുപ്പും നല്ല എന്താ പറയാ നല്ല ഗ്രീനറി ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെ തേടി പോവാണ്, ആക്ച്വലി ഓടി ഓടി പോവാണ്. ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുപ്പ് തേടിയിട്ടുള്ള യാത്രയാണ് ഇപ്പൊ എന്റെ. കാരണം എനിക്ക് ചൂട് തീരെ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറങ്ങുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ നോക്കിയാൽ നല്ല റോഡാണ് കേട്ടോ, നല്ല രസമുള്ള റോഡും നല്ല ഗ്രീനറിയും അടിപൊളിയായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. നമ്മളെ നാട്ടില് മൂന്നാർ മട്ടവടയൊക്കെ പോകൂലേ, അതുപോലത്തെ ഒരു റോഡാണ് കേട്ടോ. നോക്ക് നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടെ മൊത്തം പച്ചപ്പാണ്. ഇപ്പൊ പോകുന്ന വഴി നമുക്ക് കൂടുതൽ ഗ്രീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈവൻ സൈഡിലുള്ള വഴിയിലൊക്കെ കാണാം, പുല്ലായിട്ടാണെങ്കിലും അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയേ, ഓൾമോസ്റ്റ് മുകളിലേക്ക് കയറി കയറി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 30 കിലോമീറ്റർ ആണ് താഴേന്ന് മുകളിലേക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ വന്നേക്കാണ് കേട്ടോ. പക്ഷെ വ്യൂ പോയിന്റിൽ ക്ലൗഡ്സ് കാരണം മൊത്തം മൂടിയിരിക്കുവാണ്, അങ്ങനെ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് ഹൈറ്റിലാണുള്ളത്. താഴേക്കൊക്കെ നോക്ക്, ഇവിടെ കുറേ പൂക്കളും ഇതൊക്കെ കണ്ടിട്ട് നല്ല രസമാണ്. ഇത് മാങ്ങയും എല്ലാം ഉണ്ട്. അങ്ങോട്ട് കണ്ടോ, ശരിക്കും വോൾക്കാനോന്റെ വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതവിടെ കണ്ടോ, ഈ വ്യൂ പോയിന്റ് ആണ് അവിടെ, പക്ഷെ അത് മറിച്ചിരിക്കുവാണ്. ഇതുണ്ടോ, ഇതൊക്കെ വോൾക്കാനോ ആണ് കേട്ടോ. പല വോൾക്കാനോസ് ആണ്. ഇതുണ്ടോ, വോൾക്കാനോ സെറോ വെറുതെ, ഇതെല്ലാം അങ്ങനെയാ. ഇതാ അതിനെപ്പറ്റിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വോൾക്കാനോ ട്രക്കിംഗ് ഒക്കെ അവിടെ ഒരുപാടുണ്ട്. വോൾക്കാനോ ട്രക്കിംഗ് എനിക്ക് ഒരുപാട് താല്പര്യമില്ല. ഇപ്പം ഞാൻ പോകുന്നത് ഒരു വാട്ടർഫോൾ ട്രക്കിങ്. കുറേ വാട്ടർഫോൾസ് ഉണ്ട്, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്ടർഫോൾസ്. അപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ടൂറിസ്റ്റുകൾ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇവിടെ വഴിയിലൊക്കെ ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഞാൻ രാവിലെ കഴിച്ച ഐസ്ക്രീം ഫ്രൂട്ട്, പിന്നെ നല്ല നാടൻ പോലത്തെ ഒരു മാങ്ങയുണ്ട്, ഒരുപാട് വലുതല്ലാത്ത പപ്പായ ഉണ്ട്, നാരങ്ങയും ഓറഞ്ചും പൈനാപ്പിളും പഴവും, പിന്നെ ഇതെന്തോ ഒരു സാധനം, ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഇതുവരെ കഴിച്ചിട്ട് കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ അന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ചാമ്പയ്ക്ക പോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഈ സാധനം. പിന്നെ അതാ വേറെ ടൈപ്പ് മാങ്ങയുണ്ട്, അത് തന്നെ ഉണ്ട്. ഇത് എനിക്കിഷ്ടമുള്ള സാധനമാണ്. ഇത് ഞാൻ വേറെ എവിടേക്കോ കണ്ടിട്ടുണ്ട്, തായ്ലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓല ഇതൊരു പൂവാണ്. ഇതെന്താ, അത് കഴിക്കാൻ പറ്റുന്ന പൂവാണോ അതോ പൂ വെറുതെ വെച്ചേക്കണാണോ, സ്മെല്ലിനാണോ? ബ്രദർ, ദിസ് വാട്ട്? ദിസ് flower for what? Like a smell or? Wait a minute. Yeah. നല്ല രസല്ലേ ഈ ഒരു ഇത് ഈ ഒരു സ്ഥലം തന്നെ. നോക്ക്, ശരിക്കും ഒരു മൂന്നാർ ഫീൽ ഉണ്ട്. ഇത് ഇവിടുത്തെ നാഷണൽ ഫ്ലവർ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇത് ഇവര് കഴിക്കാൻ വേണ്ടി വിൽക്കാൻ വെച്ചേക്കാന്നാ പറഞ്ഞേ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അതിന്. പിന്നെ ഈ ഫ്ലവർ അവര് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്, പച്ചക്കല്ല കഴിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പച്ചക്ക് കഴിക്കാനുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ ഒരു വാട്ടർഫോളിലേക്കാണ് ആളെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ടർഫോളിലേക്കുള്ള വഴിയാണിത് കേട്ടോ. ഇതൊക്കെ ആൾക്കാർ ടൂറിസ്റ്റുകളാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. വാട്ടർഫോളിൽ പോയി വരാന്ന് തോന്നുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന പൂവ് കണ്ടോ, അത് ആ ഒരു പൂവാണ് കേട്ടോ, നാഷണൽ. ഹായ്, ഓല. അവരൊക്കെ കാലിലൊക്കെ ഒരു നനവുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ വാട്ടർഫോളിൽ പോയിട്ട് വരുന്നതാന്ന്. നമുക്ക് ചെറിയ വഴിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആള് എന്നെ ഇവിടെ ആക്കിയിട്ട് തിരിച്ച് പോകുന്നുള്ളത് ഞാൻ ചോദിച്ചില്ല. ഇതവിടെ എന്നെ വാട്ടർഫോളിന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് പോവാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. ആൾക്ക് ധൃതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ ബാഗൊക്കെ ഞാൻ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിലെ ആൾക്കാരായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരി ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഒരു വാട്ടർഫാളിൻ്റെ ഉള്ളിൽ കൂടെ കയറി കാട്ടിലൂടെ കയറി വേറെ സ്ഥലത്തേക്ക് പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് ഒരു സമ്മതിക്കുന്നില്ല, ഗൈഡായിട്ട് വരണം, പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു $20 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ $20 കൊടുത്തപ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ കൂടെ ഗൈഡായിട്ട് വരുന്നുണ്ട്. ഹോലാ, ¿cómo estás? Hi, how are you? You speak English? ലിറ്റിൽ ബിറ്റ്. എൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. വഴി തെറ്റിപ്പോവും. ഇവർ പറയുന്നത് വഴി തെറ്റും, അപ്പം അതുകൊണ്ട്
ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, പിന്നെ കയറൊക്കെ പിടിച്ച് പോകണം, അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവില്ല അങ്ങനെയാണ് പറയുന്നത്. ഇത് ലോക്കൽ ആൾക്കാരല്ലാണ്ട് ഒന്നും വരില്ല, പോവില്ല എന്ന് പറയുന്നു. ടൂറിസ്റ്റുകൾ പൊതുവെ കുറവാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരാളെ കണ്ടതുമില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പാൻറ് മാറ്റിയിട്ട് ഷോർട്സ് ആക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ സ്ലിപ്പർ എടുത്തിട്ടുണ്ട്, ഷൂ ഇടുന്നുണ്ട്. കാരണം പോകുന്ന വഴിക്കൊക്കെ വാട്ടർഫാളിൽ വെള്ളം ഉണ്ടാവും. ഒരു വാട്ടർ പ്രൂഫ് ഷൂ വേണമെന്ന് ഇപ്പോൾ ആലോചിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. കാരണം എൻ്റെ ഷൂ വാട്ടർ പ്രൂഫ് അല്ല. പക്ഷേ വാട്ടർ പ്രൂഫ് ഉള്ള ഷൂ എപ്പോഴും ഡെയിലി യൂസിനും കൂടെ പറ്റിയതാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പോകുന്നത് വെള്ളത്തിലൂടെയാണ്. വെള്ളവും കാടും മലയും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇവിടെ ഇപ്പം ഒരു ഉച്ച സമയത്താണ് നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. വാട്ടർഫാളിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നല്ല തണുപ്പായിരിക്കും, കാടിൻ്റെ നടുവിലായിരിക്കും ഉണ്ടാവുക. ഞാനപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് വേണം പോകാൻ അങ്ങോട്ട്. പിന്നെ എൻ്റെ നെറ്റിയിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു കൊതു തന്നെ കടിച്ചുള്ളൂ കേട്ടോ. നെറ്റിയിൽ ആ ഒരു കൊതു കടിച്ചപ്പോൾ തന്നെ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ബബിളായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഇപ്പം മനസ്സിലായില്ലേ എനിക്ക് ഈ കൊതുവും പ്രാണികളൊക്കെ എത്രത്തോളം അലർജിയാണെന്ന്. എന്തെങ്കിലും ഒരു വട്ടം കടിച്ചാൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ വലിയ ബബിളായിട്ട് വരും കേട്ടോ. അതിനി മാർക്കായിട്ട് വരും, മുഖത്ത് മാർക്കായിട്ട് വരുമെന്നല്ല, മേല് മൊത്തം അങ്ങനെ മാർക്കായിട്ട് വരാറുണ്ട്. ഞാനിതാ ഷോർട്സ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ടോപ്പ് ഞാൻ മാറുന്നില്ല, പോകുന്ന വഴിക്ക് വെയിലായിരുന്നു തോന്നുന്നു. അവിടെ എത്തിയിട്ട് നോക്കാം, ഓക്കെ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാം, ഊരാം, എന്തും ചെയ്യാം. ഇപ്പൊ ഞാനിത് മോസ്കിറ്റോന്റെ സ്പ്രേ അടിക്കുകയാണ് കേട്ടോ. കാലിലൊക്കെ ഞാൻ അടിക്കുകയാണ്, കാരണം ഇത് ഒന്നും അടിച്ചില്ലെങ്കിൽ കൊതുക് അടിച്ച് ഞാൻ മരിച്ചു പോവും. എൻ്റെ കാല് മൊത്തം ഓൾറെഡി സീനായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ കാലില് ശരിക്കും ഫുള്ള് പാടാട്ടോ. ഇവിടെ എന്താ ഇങ്ങനെ കൊതു? ഫുൾ പച്ചപ്പാണ്, മഴയും പെയ്ത് മഴക്കാലായി. ഇവിടെ രാത്രിയൊക്കെ ഇപ്പൊ മഴയാ, അതുകൊണ്ടായിരിക്കും. മൊസ്കിറ്റോ അലർജി. ഓക്കെ, ബാഗ് ഞാനിതാ ഈ വീട്ടിൽ സേഫായിട്ട് വെക്കുന്നുണ്ട്. സേഫാണെന്ന് വിചാരിക്കുന്നു. വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, സ്ലിപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ എൻ്റെ ചെറിയ ഈ ബാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രക്ക് ചെയ്യാനായിട്ട് താഴത്തേക്ക് ഇറക്കുവാണ്. നല്ല കുത്തനെ ഇറക്കാണ് കേട്ടോ. അങ്ങോട്ടൊന്നും കാണുന്ന പോലും ഇല്ല, ഫുള്ള് മരങ്ങൾ മറിച്ചേക്കാണ്. നമ്മുടെ കൂട്ടിന് ഗൈഡായിട്ട് ഓൾറെഡി 2 ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇവരാരും എന്നെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിച്ചില്ല. ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പക്ഷെ ഇനി എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് അധികം റിസ്ക് എടുക്കലുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കാത്തത്. കാട് മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ വെള്ളത്തിലെങ്ങാനും പെട്ടിട്ട് രക്ഷിക്കാൻ പോലും ആരില്ലാണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുള്ളിക്കാരീനെ കൂടെ കൂട്ടിയത്. $20 അല്ലേ. ആരോ പറയുന്നുണ്ടായി കമൻറ്റിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് എത്ര ക്യാഷ് ആണെന്ന് പറയാൻ, അതായത് ഇന്ത്യൻ റുപ്പി. $20 $20 എന്ന് പറയുമ്പോൾ ഏകദേശം 1700 ഇന്ത്യൻ റുപ്പി വരും. അത്രയാണ് വരുന്നത്. അങ്ങോട്ടൊക്കെ നോക്കി പോകുന്ന വഴിയുണ്ടോ, അങ്ങനെ ആ വഴി കൂടിയാണ് പോകുന്നത്. എനിക്ക് നല്ല ഈസി ആയിട്ട് ചാടി ഓടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. തിരിച്ചു കയറുമ്പോൾ എന്താവുന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കാരണം കുറേ ഇറങ്ങി പോകുന്നത്. നോക്ക്, അങ്ങോട്ട് കാണുന്ന പോലും ഇല്ല കേട്ടോ കയറ്റം. ഇപ്പം ഈസി, ഇറങ്ങാൻ ഈസിയാ, തിരിച്ചു കയറുമ്പോൾ തന്നെ അറിയാം. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു, ചെറിയ സ്ലിപ്പറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഷൂ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചതാ സ്ലിപ്പർ ഇട്ടാൽ മതിയോന്ന്. ഭാഗ്യം ഷൂ ഞാൻ ഊരാണ്ടിരുന്ന് സ്ലിപ്പർ കയ്യിലെടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് കേട്ടോ. നോക്കിയേ, പോകുന്ന വഴി കണ്ട, ഇങ്ങനെ ഇറങ്ങിയാണ് താഴത്തേക്ക് പോകുന്നത്. മുകളിലേക്ക് അങ്ങോട്ട് കാണുന്നില്ല, കാരണം മൊത്തം മരം മറച്ചേക്കുവാണ് കേട്ടോ. താഴത്തേക്ക് ഇനി കുറേ ദൂരം ഉണ്ട് തോന്നുന്നു. ഞാൻ എത്ര മണിക്കൂർ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ 3 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. അത് 1 സൈഡാണോ അതോ 2 സൈഡാണോ എന്താണെന്ന് അറിയില്ല. പോയി നോക്കിയാൽ തന്നെ അറിയാം എത്ര ടൈം എടുക്കും എന്നുള്ളത്. ദൂരെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, കാണാനും പറ്റുന്നുണ്ട്. നോക്കിയേ, 2, 3, 4, 8, 7 എണ്ണം ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും 7 വാട്ടർഫാൾ എന്ന് പേര് വന്നത്. ഞാൻ വിചാരിച്ചു ഇതാണ് വഴിന്ന്. ഡോഗ് അതുവഴി പോയപ്പോൾ വഴി തെറ്റിച്ചെന്നെ ഡോഗ്. ഇപ്പം ഇതാണ് വഴി. ഡോഗ് ഇപ്പം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളതിലാണോ ഇരിക്കുന്നത്? അങ്ങോട്ടാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ അങ്ങോട്ട് പോകുന്നത്, കണ്ടാ? നോക്കിയേ, ഇതുവഴി വേണം ഇറങ്ങിയിട്ട് പോവാൻ. പോകുന്ന വഴി കണ്ടോ കേട്ടോ. നോക്കിയേ, മരത്തിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. യാ ഓക്കെ. This way or this way? This. Huh? This. Okay.
അവിടെ എന്താ ചെറിയൊരു വെള്ളത്തിന് drinking water plant. ഓക്കെ ഓക്കെ, ഇത് ഒരു ഡ്രിങ്കിങ് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഗ്രാമത്തിലേക്കൊക്കെ ഈ സ്ഥലത്തു നിന്നായിരിക്കും പൈപ്പ് ലൈൻ പോയിട്ടുണ്ടാവുക ഈ വാട്ടർഫോളിലെ വെള്ളം. ഓ അങ്ങോട്ടോക്ക് ശരിക്കും തിക്ക് ഫോറസ്റ്റ് ആട്ടാ, കാണാൻ പറ്റുന്നില്ല. ഇതുവഴി പോയിട്ട് താഴേക്ക് ചുറ്റി വളഞ്ഞാണ് ഇറങ്ങുന്നത്. കാരണം കണ്ട അങ്ങോട്ട് കാണാൻ പോലും പറ്റുന്നില്ല കേട്ടാ. കണ്ട ചെറിയ 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 വഴിയാണ്, മേഘാലയ പോലെ തന്നെ തോന്നുന്നുണ്ട്. കാരണം ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മരം കണ്ടോ, മരം വെച്ചാണ് അവർ സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേഘാലയ പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ്. എക്സാക്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വഴി കാണുന്ന സമയത്ത് സിമ്പിളായി തോന്നൂട്ടാ, പക്ഷെ അത്ര സിമ്പിളൊന്നും അല്ല. കാരണം മഴ പെയ്തിട്ട് നല്ല ചെളിയുണ്ട്, അതുകൊണ്ട് സ്ലിപ്പറി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്യാവശ്യം കുത്തനെ ഇറക്കാണ്. ഇതൊക്കെ ഞാൻ തിരിച്ച് കയറണ്ടേന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം കേട്ടോ. ഞാനേ ഫോൺ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കും. ഇവിടെ കണ്ടോ വഴുക്കൽ കണ്ടോ, ഇങ്ങനെ വഴുക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ സൂക്ഷിച്ചാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ നല്ല വഴിയാന്ന് തോന്നുന്നു. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ നോക്കി. ശരിക്കും എന്ത് കാടാന്ന്. ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഭയങ്കര ത്രില്ലായേനെ കേട്ടോ. ഞാൻ പേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ പുള്ളിക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആൾ ഇവിടെ തന്നെ ഉള്ളതല്ലേ, ഫുള്ള് എപ്പോഴും വരുന്നല്ലേ. നോക്ക് കണ്ടോ, അങ്ങോട്ടൊക്കെ നോക്ക്, കാടാ മൊത്തം. ശരിക്കും കാടിനുള്ളിൽ കൂടെ ആണ് കേട്ടോ പോകുന്നത്. കണ്ടില്ലേ വഴി നോക്കിയേ, നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഈ ഏരിയ എത്തിയപ്പോൾ. കല്ലും മഴയും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു എന്നാണ് പുള്ളിക്കാർ പറഞ്ഞേ. ഞാൻ നിന്ന സ്ഥലത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ശരിക്കും കുത്തനെ ഇറക്കാണ്. വീഡിയോയിൽ അത് അറിയുന്നില്ല എന്ന് തോന്നുന്നു, അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പോകുന്ന വഴിയുണ്ടോ, കാലിൻ്റെ കാവ്സ് ഉണ്ടല്ലോ, കാവ്സ് വേദന എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സ്റ്റീപ്പ് ഇറക്കമായതുകൊണ്ട്, കണ്ടിന്യൂസ്ലി സ്റ്റീപ്പ് ഇറക്കം തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് കാല് വേദന എടുക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം സ്ലിപ്പറി, അതുകൊണ്ട് ഞാൻ പിടിച്ച് ഇറങ്ങുന്നത്. സൗണ്ട് കൂടി വരുന്നുണ്ട് കേട്ടോ വെള്ളത്തിന്റെ. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു അരുവി ഇത് കൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഷൂ ഇടാൻ പറ്റില്ല, സ്ലിപ്പർ ഇടണം. സ്ലിപ്പർ ഇട്ടിട്ട് ഇതുവഴി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കൂടെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഞാൻ ദാ സ്ലിപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഓ നല്ല തണുത്ത വെള്ളം, ഇറ്റ്സ് വെരി കോൾഡ്. എന്റെ അമ്മോ നല്ല തണുപ്പാട്ട് വെള്ളത്തിന്. ഞാൻ വിചാരിച്ച പോലല്ല. ഓക്കെ തണുപ്പുണ്ടാവും വിചാരിച്ചു, പക്ഷെ ഇത്രയും തണുപ്പാന്ന് വിചാരിച്ചില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇത്. ഓ ഇവിടെ ഒന്നും ഒരു ടൂറിസ്റ്റ് പോലും ഇല്ല കേട്ടോ. നോക്കി ഞാൻ ചോദിച്ചു ടൂറിസ്റ്റുകൾ വരില്ലേന്ന്. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ വരുന്നാ പറഞ്ഞത്, അല്ലാണ്ട് അങ്ങനെ ഒരുപാട് പേര് വരാറില്ല എന്ന് പറഞ്ഞത്. അങ്ങ് ദൂരെ വലിയ വാട്ടർഫോൾ കാണാൻ. ആണപ്പോ നമ്മൾ ആദ്യത്തെ വാട്ടർഫോൾ കേട്ടോ, അടിപൊളിയാണ്. നോക്കിയേ കണ്ട ആ ഒരു ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഇങ്ങനെ വരുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള വാട്ടർഫോള്. സാധാരണ വെള്ളച്ചാട്ടം മാത്രമല്ല ഉണ്ടാവും, ഇത് മലേന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും കൊള്ളാട്ടോ വാട്ടർഫോള്. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തായാലും വേർത്ത് ആയിട്ടുണ്ട്. ഇതിന് തുടങ്ങിയിട്ടുള്ളൂ, ഇനി ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ പോകുന്ന വഴി നോക്കിയേ കണ്ടാ, ഇതുവഴിയാണ് കേട്ടാ പോകുന്നേ. ഫുള്ള് കല്ലാണ്, ഇതിന്റെ ഇടയിൽ കൂടെ വേണം പോകാനായിട്ട്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തെന്നി വീഴും. കല്ലിൽ വീണ വലിയ രസമൊന്നും ഉണ്ടാവില്ല. കണ്ടാ എന്താ എന്തൊക്കെയോ പ്രാണികള്, എന്തൊക്കെയോ ജീവികളുണ്ട് കേട്ടാ. ഇങ്ങനെ ഉണ്ട്. കൂടെ കൂടിയിട്ടുള്ളൊരു കൂട്ടുകാരനാണ് കേട്ടോ ഇത്. കാലൊക്കെ നനഞ്ഞേക്കാ. ഇവിടെ ആ വാട്ടർഫോളിന്റെ കറക്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു വാട്ടർഫോള്. അടിപൊളിയാണ് കേട്ടോ, നോക്കി കൊള്ളാട്ടാ. ഞാനപ്പോ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അവളിതാ വെള്ളത്തില് കടന്ന് നീന്തുന്നുണ്ട് കേട്ടാ. അവളിതാ അവിടെ നീന്തി തുടിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാനും പോയി നീന്തി തുടിക്കട്ടെ. അവിടെ ആഴില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ കണ്ടിട്ട്. എന്തടിപൊളി വാട്ടർഫോളോ നോക്കിയേ, നല്ല രസല്ലേ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറെ നേരമായിട്ടിതാ
വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പനി പിടിക്കുന്നു. അവള് എന്റെ ബാഗൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവളുടെ ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. എന്റെ ചെരുപ്പ് എനിക്ക് സ്ലിപ്പായി പോവാ. അവളുടെ ചെരുപ്പ് എനിക്ക് നല്ല ടൈറ്റാണ്. അതായിട്ടാണ് അവള് വരുന്നത്. ഇതടിപൊളി. ഇനി അടുത്ത വാട്ടർഫോളിലേക്ക് പോവാണ് കേട്ടോ. അത് ഇതുവഴി തന്നെയാണ് പോകുന്നത് കേട്ടോ. ഈ ചെരുപ്പ് കുറച്ചുകൂടെ അടിപൊളിയാണ്, ഈസിയാണ് പോവാനായിട്ട്. പോവല്ലേ വാ വാ വാ. ഇതേ അടുത്ത വാട്ടർഫോളിലേക്ക് കേട്ടോ പോകുന്നത്. ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. വേറെ വെള്ളത്തിൽ കൂടെ കയറിയിട്ടാണ് അടുത്ത വാട്ടർഫോളിലേക്ക് പോകുന്നത്. അവിടെയും കുറെ വഴി കാണുന്നുണ്ട്, ഇവിടെയും വഴി കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആണ്, എന്നാലും രണ്ട് സൈഡിലായിട്ടാണെന്നുള്ളൂ. അടുത്ത വാട്ടർഫാളിലേക്ക് പോകുന്നത് വാട്ടർഫാളിന്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ. ഒന്നാമത്തെ വാട്ടർഫാൾ കഴിഞ്ഞു, രണ്ടാമത്തെ വാട്ടർഫാൾ കഴിഞ്ഞു, മൂന്നാമത്തെ വാട്ടർഫാളിലേക്ക് പോവാണ് കേട്ടോ. അതെ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. അടിപൊളി, എനിക്കിഷ്ടമായി. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം. കാട്ടിൻ്റെ ഉള്ളിലൂടെ കുറേ വാട്ടർഫാൾസിലേക്ക് പോകണം കേട്ടോ. അതാണ് വൈബ്. ആ കാടിൻ്റെ തന്നെ ഒരു മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമുള്ളൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കാട്ടിൽ. ഞാൻ ഫോൺ കവറിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് വെള്ളം നനയാതിരിക്കാൻ. എന്നാലും ചെറിയ രീതിയിലൊക്കെ വെള്ളം നനയും, ഒരുപാട് നനയൂല. നടക്കാൻ കിട്ടേ. ഓക്കെ, ഇവിടെ എന്തോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ എന്തോ, അവൾക്കാണെങ്കിൽ അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അടുത്തത് വലിയ വാട്ടർഫാളാന്ന് തോന്നുന്നു കേട്ടോ. സൗണ്ട് കേട്ടിട്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി വാട്ടർഫാളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വീണ്ടും അടുത്തടുത്ത വാട്ടർഫാളിലേക്ക് പോകണം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, കൊള്ളാം. എന്താ കാടോ, കാട്ടിനുള്ളിലേക്കാണോ പോണേ? നോക്ക്, ശരിക്കും കാട്ടിനുള്ളിലൂടെ നടന്നിട്ടാണ് കേട്ടോ വാട്ടർഫാൾസിലേക്ക് പോകുന്നത്. ഓരോ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി നല്ല സീൻ വഴിയാണ് കേട്ടാ. പോകുന്ന വഴിയണ്ട അടിപൊളിയാണ് കേട്ടാ. നോക്ക്, കൊള്ളാം. പേടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് ഞാൻ എന്താന്ന് വിചാരിച്ചു, എന്റെ കാലിൽ കടിച്ച്. പട്ടിയാണ് പാട്ടി. നടക്കാൻ കുട്ടി, നടക്ക് നടക്ക് നടക്കടാ, അല്ലെ വഴിതാ. ഈ ഫ്രണ്ടിൽ പോവാൻ വേണ്ടി പറഞ്ഞിട്ട് ബാക്കിൽ നിൽക്കാം. ഒരാളിവിടെ ഫ്രണ്ടിൽ പോകണ്ട്. ഇതേ അടുത്ത വലിയ വാട്ടർഫോളിലേക്കാണ് കേട്ടോ പോകുന്നത്. വഴി അയ്യോ സീൻ വഴി തന്നെ. ആ കൊള്ളാം. അടുത്ത വാട്ടർഫാൾ കുറച്ചുകൂടെ വലുതാണേ. അല്ലേ, അടുത്തേലെത്തിയിട്ടുണ്ട്. ഓ കൊള്ളാം. ഇതുവഴി വേണം തോന്നുന്നു അടുത്ത വാട്ടർഫാളിലേക്ക് പോയി. നോക്ക് കണ്ടാ, അടുത്തേക്ക് പോവാം. ഇത് മൂന്നാമത്തെ വാട്ടർഫാൾ ആയിട്ടേ ഉള്ളൂ കേട്ടാ. ഇനിയുണ്ട് 4 എണ്ണം ബാക്കി. കൊള്ളാം. ഇത് 4ാമത്തെ വാട്ടർഫാൾ ആണ് കേട്ടോ. 4ാമത്തേൽ എത്തിയിട്ടുണ്ട്. ഇനി ഉണ്ട് 3 എണ്ണം കേട്ടോ. ഈ വാട്ടർഫാളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അടുത്തേലേക്ക് പോകാനത്. അങ്ങോട്ട് കയറ്റാണ് കേട്ടോ കാണുന്നത്. നോക്ക്, ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ചെരിഞ്ഞാണ് കേട്ടോ ഒഴുകുന്നത്. നോക്കിയേ, ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓരോ വാട്ടർഫാളും, അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതൊക്കെ കേട്ടോ. പക്ഷെ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. എന്നാലും നോക്ക് കണ്ടോ, അത് കൂടെയൊക്കെയാണ് പോകുന്നത്. ഞാൻ ഏത് വഴിയാ പോണെന്നറിയോ?
വഴി ഇതുവഴിയൊക്കെ കേറിയിട്ട് വേണം എനിക്ക് പോവാൻ. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അഞ്ചാമത്തെ വാട്ടർഫാളാന്ന് പറഞ്ഞ കൗതുക ലേശം കൂടി പോയിട്ടുണ്ട്. അഞ്ചാമത്തെ എത്തിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് എവിടെയാന്ന് ആർക്കറിയാം. ഇതൊക്കെ ഞാനിപ്പോ കുറച്ച് വന്ന വഴി കേട്ടോ. ആ താഴ്ഭാഗം കാണുന്നു പോലുമില്ല. അപ്പൊ ആലോചിച്ചൊക്കെ എത്ര കുത്തനെ സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം. അത് കേറുന്ന പിന്നെ ഓക്കെ, ബാക്ക് നമ്മൾ കാണുന്നില്ല. കുത്തനെ ഇറക്കം എങ്ങനെ ഇറങ്ങും അതെനിക്ക് ഒരു ഐഡിയ ഇല്ല. എത്ര ആലോചിച്ചിട്ട് ഐഡിയ കിട്ടുള്ളൂ. അവള് സിമ്പിൾ ആയിട്ട് പോവാ, എപ്പോഴും പോകുന്നല്ലേ. അടിപൊളി ഗൈഡാണ് എന്തായാലും. എന്റെ ബാഗൊക്കെ പിടിച്ച് ഞാൻ ഒറ്റക്കെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇവിടെ കയറാൻ പറ്റാണ്ട് വിഷമിച്ച് തിരിച്ചു പോയേനേട്ടാ. ഇതാണ് അടുത്ത വാട്ടർഫാൾ. ഇതും അടിപൊളി വാട്ടർഫാളാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങണം എന്തായാലും. ഇറങ്ങിയിട്ട് തിരിച്ച് ഇതുവഴി തന്നെ കയറിയിട്ടാന്ന് തോന്നുന്നു അടുത്ത വാട്ടർഫാളിലേക്ക്. എനിക്കറിയില്ല എങ്ങനെയാന്ന്. ഇത് 6ാമത്തെ വാട്ടർഫാൾ. 2 തൊട്ടാണ് കേട്ടോ. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ആലോചിക്കാറ് 5ാമത്തെ എത്തിയതുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആകെ ടെൻഷനായിരുന്നു. ഇപ്പഴൊന്നും സമാധാനമായത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അതിന് എവിടെയാന്ന് എനിക്കറിയില്ല. സീന് ഇതാണ് 6ാമത്തെ കേട്ടാ. ഓക്കെ, 6ാമത്തെ അടിപൊളിയാണ്. സോറി, ഇത് 5ാമത്തെ. മാറിപ്പോയി, പറഞ്ഞത് മാറിപ്പോയി. ഇത് 5ാമത്തെ, ഇത് 6ാമത്തെ കേട്ടോ. ഭാഗ്യം വെള്ളമൊന്നും ഒരുപാടില്ലാത്ത. വെള്ളം ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ആലോചിക്കും നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെള്ളം പെട്ടെന്ന് കൂടി വരില്ലേ, അതുപോലെ ഇവിടെ കൂടി വന്ന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ചത്തു പോവല്ലേ. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ലാസ്റ്റത്തെ വാട്ടർഫാളിക്ക് ഇതുവഴി വേണം കേട്ടോ പോവാന്. ഇത് എത്ര സ്റ്റീപ്പാന്ന് ഞാൻ താഴെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഭാഗം കാണുന്നു പോലും ഇല്ല താഴെ നിന്ന് കാണിക്കുന്ന സമയത്ത്. നോക്കിയേ, അങ്ങനെ വേണം മുകളിലേക്ക് കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. ആ ഏരിയ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല, അത്രയും സ്റ്റീപ്പാണ്. എൻ്റെ ചാർജ് ഇല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇനിയിപ്പോൾ കുറച്ച് കുറവായിരിക്കും. എല്ലാ ഭാഗത്തെ ട്രക്കിങ്ങിൻ്റെ വീഡിയോയും കിട്ടൂല. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളതൊന്ന് എടുക്കാൻ പറ്റും തോന്നുന്നില്ല. അവസാന ഫൈനൽ വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ 4 പേരെ കണ്ടിട്ടുണ്ട്. 4 പേരുണ്ട് ഇവിടെ വാട്ടർഫാള്. ഇത് ലാസ്റ്റത്തെ വാട്ടർഫാളും ബ്യൂട്ടിഫുൾ ആണ്. ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. കണ്ടോ, അങ്ങോട്ട് പിന്നെ മല പോലെ ഇങ്ങനെ കാണുന്നത്. വെള്ളം ആ ഒരു പൊത്തിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ആ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പോയിട്ടോ. ആകെ ഒരു 4 പേരുണ്ടായിരുന്നു. ഇത്ര നേരമായിട്ട് ആകെ ഒരു 4 ടൂറിസ്റ്റും പിന്നെ ഞാനും ആണ് കേട്ടോ. അത് ടൂറിസ്റ്റ് ഒന്നല്ല, ഈ പെങ്കുച്ച് സംസാരിക്കുന്നുണ്ടായി. ഇവിടെ തന്നെ വീട് അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ ഒന്നും ഒരു ടൂറിസ്റ്റ് പോലെ എത്തിപ്പെടുന്നില്ല. അത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് വരുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് വന്ന, പക്ഷെ ഇത്രയും അഡ്വഞ്ചറാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു വാട്ടർഫാളിൽ ട്രക്കിങ്ങിന് വരുന്നത് കേട്ടോ. എന്തായാലും അത് വേർത്തായിരുന്നു, അടിപൊളിയായിരുന്നു.